ഇത് എന്നെ കൊണ്ടേ പോകും. നമ്മൾ ചിലർ പറയല്ലേ, ഈ ഒരു പ്രതിസന്ധി എന്നെ കൊണ്ടേ പോകും, ഈ ഒരു അസുഖം എന്നെ കൊണ്ടേ പോകും. അങ്ങനെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു ഭാഗം ഒരു വലിയ വാഞ്ച കാണുവാൻ കഴിയും. അതായത് വലിയ വാഞ്ച എന്ന് പറഞ്ഞാൽ, ഈ യേശുക്രിസ്തു നമുക്ക് നൽകിയ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച, യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിച്ച ആ ഒരു സദ്വർത്തമാനം എല്ലാവരും അറിയണം, അതെല്ലാവരും വിശ്വസിച്ച് ദൈവം വെച്ചിരിക്കുന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്നൊരു വാഞ്ച ഈ അധ്യായം തുടങ്ങുമ്പോൾ കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അപ്പോൾ അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ആഹ്വാനമാണ് തുടക്കത്തിൽ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം പറയുന്ന ഒരു കാര്യമാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അപ്പം ആരെയോ കാണിച്ചിട്ട് പറയാണ്, അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാണ്. അത് എവിടെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ്, അതായത് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആരാണ് കേട്ടത്, ആരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ദൈവം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അവർ മരുഭൂമിയിൽ വീണ് പോയവരെ പറ്റിയാണ് അത് പറയുന്നത്. 3-ാം അധ്യായത്തിൽ പറയുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെ പോലെ നാമും ഒരു സദ്വർത്താനം കേട്ടവരാണ്. കേട്ടതുകൊണ്ട് സ്വസ്ഥതയിൽ പ്രവേശിക്കണമെന്നില്ല. കേട്ടാൽ മാത്രം പോരെ, അത് വിശ്വസിക്കുകയും വേണമെന്ന് 4-ന്റെ 2 പറയുകയാണ്. അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കണം. എങ്ങനെയാണ്? വിശ്വാസമായിട്ട്. കേട്ടാൽ മാത്രം പോരാ, കേട്ടത് വിശ്വാസമായിട്ട് പരിണമിച്ചാൽ മാത്രമേ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ്, പരിണമിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. മരുഭൂമിയിൽ പട്ടുപോയവർക്ക് ഉപകാരമായി വന്നില്ല, എന്നാൽ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പം അത് വിശ്വസിച്ച നാം സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്. ഈ അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് എല്ലാം എടുക്കാൻ സമയമില്ല. വേഗത്തിൽ ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 4-12 നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ദൈവവചനത്തിൻ്റെ ഫങ്ഷൻ, അല്ലേ? നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലിവറിനൊരു ഫംഗ്ഷൻ ഉണ്ട്, ബ്രെയിനൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യും, അല്ലേ? നമ്മൾ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതല്ല, ഫംഗ്ഷൻ അത് ചെയ്യാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കും. നമ്മുടെ കണ്ണിന് ഈ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ മൂക്കിന് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, തലച്ചോറിന് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, കിഡ്നിക്ക് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ദൈവം മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും വെച്ചിരിക്കുന്നത് പോലെ അതിലും ശക്തമേറിയ ഒരു ഫംഗ്ഷനാണ് ദൈവവചനത്തെ പറ്റി പറയുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ്, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവം തനിക്ക് പ്രിയപ്പെട്ട, അല്ലെങ്കിൽ വചനം ദൈവമാണെന്ന് പറയുന്ന ആ ദൈവം വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ദൈവം തൻ്റെ വചനം നമ്മുടെ കൈ തന്നിരിക്കുകയാണ്. ആ വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അക്കമിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവൻ നൽകുന്നു. 4-12 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഒന്നും എടുത്ത് വായിക്കുന്നില്ല. ഒന്ന് ജീവൻ നൽകുന്നു, മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ ശക്തിയുണ്ട്. എന്തിന്? ദൈവവചനത്തിന്. 2 ചൈതന്യം നൽകുന്നു. ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു ചൈതന്യം നൽകുവാനായിട്ട് ദൈവവചനത്തിന് സാധിക്കും. 3-ാമത് അത് മൂർച്ചയുള്ളതാകുന്നു. അതായത് നമുക്ക് കയറി ചെല്ലുവാൻ കഴിയാത്തത് ദൈവവചനത്തിന് കയറി ചെന്ന് ആ മൂർച്ചയേറിയ വചനത്തിന് കയറി ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ആ ഭാഗത്തിൽ പറയുന്നു. പിന്നെ 4-ാമത് വേർപെടുത്തുന്നതാണ്. നമുക്ക് തോന്നും അത് വേർപെടുവാൻ കഴിയത്തില്ല, അത് എൻ്റെ ജീവിതത്തിൽ അത് പറ്റിച്ചേർന്ന് നിൽക്കുവാണ്, അതിനെ വേർപെടുത്തുവാനായിട്ട് ആർക്കും പറ്റത്തില്ല, ഞാൻ പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ മാറാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും എനിക്ക് അതിന് പുറത്തു വരാൻ കഴിയില്ല, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, കാരണം അത് എൻ്റെ നിന്ന് വേർപെട്ട് പോകുന്നില്ല, അല്ലേ? പക്ഷേ ദൈവവചനത്തിന് അതിനെ വേർപെടുത്തുവാൻ കഴിയും. ഇതിനെപ്പറ്റി പറയുന്ന ഇങ്ങനെ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി 20 തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ച
മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു കയറുന്നതും ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളുമായി വിവേചിക്കുന്നതുമാകുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇതേ വചനം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് തോന്നും ഒന്നിനും നമ്മളെ ഈ നമ്മൾക്കുണ്ടാകുന്ന പക്ഷേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് എന്നെ കൊണ്ടേ പോകും. നമ്മൾ ചിലർ പറയല്ലേ, ഈ ഒരു പ്രതിസന്ധി എന്നെ കൊണ്ടേ പോകും, ഈ ഒരു അസുഖം എന്നെ കൊണ്ടേ പോകും. അങ്ങനെയല്ല, ദൈവത്തിന്റെ വചനം അതിനെ നമ്മളിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയുന്നതാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അഞ്ചാമതായി പറയുന്നത് തുളച്ചു കയറുന്നതാകുന്നു. തുളച്ച് കയറുന്നതാണ്. ചിലപ്പോൾ നമ്മൾ പറയും, ദൈവമേ അവരോട് ഇടപെടണമേ അല്ലേ. നമ്മുടെ ഉള്ളിൽ വേദനിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, എൻ്റെ ദൈവമേ അവരോടൊന്ന് ഇടപെടണമെന്ന്. പക്ഷേ ദൈവവചനം നമ്മൾ അവരോട് ഇടപെടാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം അവരുടെ ഉള്ളിൽ തുളച്ച് കയറി പ്രവർത്തിക്കുന്നതാണ്. ആറാമതായിട്ട് പറയുന്നത് വിവേചിക്കുന്നതാകുന്നു. നമുക്കറിയാൻ കഴിയാത്ത കാര്യങ്ങളെ വിവേചിച്ച്, നമ്മളുടെ അറിവില്ലായ്മയെ വിവേചിച്ച്, മറ്റുള്ളവരെ വിവേചിച്ച് നമ്മളോട് അത് പറഞ്ഞു തരുന്നതാകുന്നു. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നൊരു കണ്ണാടിയാണ്. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാനും, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ജീവിക്കുവാനും, എന്തിനെല്ലാം തിരുത്തണമോ അതിനെല്ലാം തിരുത്തുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവവചനം. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഈ വചനത്തിൽ നോക്കിയാൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കാനായിട്ട് ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. നഗ്നവും മലർന്നതുമായി മറഞ്ഞു കിടക്കുന്ന എല്ലാത്തിനെയും വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവവചനം. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. അപ്പോൾ ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ, അല്ലെങ്കിൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.